കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ? കുറച്ചുകൂടെ വ്യക്തിപരമായി നമ്മൾ ചോദിച്ചാൽ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞുവോ? ഇത് നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഇവയുടെ പശ്ചാത്തലത്തിലാണ്. ഇതേപോലെ ഒരു ചോദ്യം വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചിട്ടുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ താൻ ഇപ്രകാരം ചോദിക്കുന്നു, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ ചോദ്യം ചോദിച്ച പൗലോസ് തന്നെ അതിന് ഉത്തരം തരുന്നു, ഒരു നാളും ഇല്ല. താൻ പറയുന്നു, ഞാനും ഇസ്രയേലിനാണ്, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെയാണ് ഞാൻ. ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാണിക്കുന്നത്. താൻ പറയുന്നു, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മുന്നറിവ് എന്നുള്ളതായ വിഷയമാണ്. ഇംഗ്ലീഷിൽ അതിന് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് ആണ് എന്നുള്ള സത്യമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് പറയുന്നത്. യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ കണ്ടു. ദാവീദ് പാടുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുമ്പോഴേ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ദൈവത്തിൻ്റെ ആ മുന്നറിവാണ് ഇവിടെ അടിവരയിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് താൻ ഈ 11-ാം അധ്യായത്തിൽ തന്നെ ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് എന്താണെന്നുള്ളത് വിശകലനം ചെയ്യുന്നു. ഏലിയാവ് ഇസ്രായേലിന് വിരോധമായി ഇപ്രകാരം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനോട് ഇപ്രകാരം അരുളി ചെയ്തു, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ കൃപയാലാണ് എന്നുള്ളതായ ചിന്തയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഈ ജനം അത് കൃപയാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, നമ്മുടെ പ്രവൃത്തിയാലല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ പ്രവൃത്തിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആളുകൾ മറ്റുള്ളവർ മുമ്പാകെ നന്നായി ജീവിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനൊക്കെ ആളുകൾ മുതിരാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമല്ല. നമ്മളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ഉള്ളിടത്തോളം കാലം ദൈവം തൻ്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളയത്തില്ല. കാരണം നമ്മുടെ പ്രവൃത്തികളല്ല ദൈവത്തിനുമുമ്പാകെ നമ്മെ നീതിമാന്മാരാക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ ഒരു പ്രാഗൽഭ്യം നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തും. പല ആളുകളും ദൈവം തള്ളിക്കളഞ്ഞു, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തപ്പോൾ, ഒരു കാര്യവും അനുകൂലമല്ലാതായി തീരുമ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യമാണ്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു. നിരാശയിൽ ജീവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ യാതൊരുവിധമായ പ്രാർത്ഥനയുടെ മറുപടികളും കണ്ടില്ല എങ്കിലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. മറിച്ച് ആ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരിക്കണം. നിങ്ങളൊരു പക്ഷേ ഒരു പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അപ്പോഴും നിങ്ങൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കിക്കേ, ഏലിയാവ് താൻ പറഞ്ഞത്, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഒരിക്കൽ ഏലിയാവ് പറഞ്ഞു, മതി കർത്താവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം, ഞാൻ ഇസ്രായേലിലുള്ള പ്രവാചകന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞ് മരണത്തിനു വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഏലിയാവിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം, ഏലിയാവിന് ദൈവം അപ്പവും വെള്ളവും ഒരു ദൂതന്റെ കൈവശം കൊടുത്തുവിട്ട് ഏലിയാവിനെ പോഷിപ്പിച്ച് അവനെ ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി. കൂടുതൽ ശുശ്രൂഷകൾ ഏലിയാവ് ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ള ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക.
ദൈവം നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തി നിങ്ങളെ അധികമായി ദൈവം ഉപയോഗിപ്പാൻ ശക്തനാണ്. അനേകരുടെ അനുഗ്രഹത്തിന് ദൈവം നിങ്ങളെ കാരണമാക്കും. ഈ പ്രഭാതത്തിൽ അതിനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ മുന്നറിഞ്ഞ ദൈവമാണ്, ഞങ്ങളെ തെരഞ്ഞെടുത്തവനായ കർത്താവ്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് ഈ രാവിലെ വചനം കേട്ട പ്രിയപ്പെട്ടവർ അവർ മനസ്സിലാക്കട്ടെ, അവരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുമെന്നുള്ള ആ ഉത്തമ ബോധ്യം അവർക്ക് കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.